ഇന്നത്തെ വീഡിയോ ഇച്ചിരി ഫൺ ലൈറ്റ് ഹാർട്ടഡ് വീഡിയോ ആണ്. നമ്മൾ ആർസണലിൻ്റെ ഫുട്ബോൾ കളി കാണുമ്പോൾ ഫാൻസ് ഒരുപാട് ചാൻസ്, ഒരുപാട് പാട്ടുകൾ പാടുന്നതൊക്കെ നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം ടി വിയിൽ കാണുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ നമ്മൾ സ്റ്റേഡിയത്തിലാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കാണികളുടെ ഇടയിലായതുകൊണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ചാൻസും ഓരോരോ സോങ്സും ഒക്കെ ഒന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം, ഇത് ഒരു റേറ്റിംഗ് വീഡിയോ അല്ല. ഏത് ചാനലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏത് സോങ്ങാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഒരു റേറ്റിംഗ് വീഡിയോ ഒന്നുമല്ല. ചുമ്മാ എൻ്റെ മനസ്സിലേക്ക് വന്നതും എനിക്കറിയാവുന്നതുമായ കുറേ ചാൻസും സോങ്സും കമ്പൈൽ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി സമയം കളയാതെ നേരെ ചാൻസിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ലൂയിസ് ഡൺഫോർഡിൻ്റെ ദ ഏഞ്ചൽ നോർത്ത് ലണ്ടൻ ഫോർ എവർ ആ ഒരു സോങ്ങിലേക്ക് തന്നെ കിടക്കാം. ഈ ഗെയിം തുടക്കം തൊട്ട് കാണുന്നവർക്ക്, അതായത് കിക്ക് ഓഫിന് മുമ്പ് കാണുന്നവർക്ക്, ഈ ആർസണൽ ഫാൻസ് 60,000 പേരും ഒന്നിച്ച് പാടുന്ന പാട്ടാണ് ഈ ഒരു പാട്ട്. ലൂയിസ് ഡൺഫോർഡ് ഒരു ലൈഫ് ലോങ് ആർസണൽ ഫാനാണ്. ഈ പാട്ട് ആക്ച്വലി നോർത്ത് ലണ്ടനിന് വേണ്ടിയും അതുപോലെ തന്നെ ആർസണൽ ക്ലബിന് വേണ്ടി എഴുതിയൊരു പാട്ടാണ്. ലൂയിസ് ഡൺഫോർഡ് ഇത് ലൈവായിട്ടൊരു പെർഫോമൻസിൽ പാടിയിട്ടുണ്ട്. അതിൽ ആർസണൽ ജേഴ്സിയൊക്കെ ഇട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്ന ഓരോ ചാൻസിൻ്റെയും ഓരോ സോങ്ങിൻ്റെയും ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പാട്ടിലേക്ക് കിടക്കാം. ഈ പാട്ടിനെ കടത്തി വെട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ഇത് എഴുതിയതും കമ്പോസ് ചെയ്ത എല്ലാം ഒരു പ്രൊഫഷണൽ മ്യൂസീഷ്യനാണ്. ഇനി വരാൻ പോകുന്നതിന് ഇതിൻ്റെ ആ ഒരു ആ ഒരു ടോപ്പ് നോച്ച് ക്വാളിറ്റി ഒന്നും കാണത്തില്ലെങ്കിലും പക്ഷേ എനർജിക്കും പാഷനും ഒന്നും യാതൊരു കുറവും കാണത്തില്ല ഇനി വരാൻ പോകുന്ന ഇതിന്. കാരണം ഇനി വരാൻ പോകുന്നത് എഴുതുന്നതും പാടുന്നതും ഒക്കെ ഫാൻസുകാർ തന്നെ ഉണ്ടാക്കിയ പാട്ടുകളാണ്, ഫാൻസുകാർ തന്നെ ഉണ്ടാക്കിയ ചാൻസാണ്. അടുത്തത് നമുക്ക് മാർട്ടിൻ ഓഡഗാർഡ്, നമ്മുടെ ക്യാപ്റ്റൻ മാർട്ടിൻ ഓഡഗാർഡിന് വേണ്ടി എഴുതിയൊരു ചാൻറ്റാണ്. നമുക്കതൊന്ന് കേൾക്കാം. ഇതിൻ്റെ വരികളൊക്കെ ഭയങ്കര സിമ്പിളാണ്. മാർട്ടിൻ ഓഡഗാർഡിനെ സ്വപ്നം കണ്ടെന്നും നമ്മുടെ നമ്പർ 8 ആണെന്നും ബോൾ കൈ കിട്ടുമ്പോൾ മാജിക് ആണെന്നും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വരികൾ. നോർത്ത് ലണ്ടൻ ഫോർ എവർ അതിൻ്റെ വരികൾ ഭയങ്കര പോയറ്റിക്കാണ്. ഞാൻ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ നോക്കാം. ഓക്കെ, ഈ അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഭയങ്കര അബദ്ധമായി പോവും. ഞാൻ മാക്സിമം നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇടാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ നോക്കാം. ഇത് നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം. അടുത്തത് നമ്മുടെ കൈ ഹാവേർട്സിനെ പറ്റി എഴുതിയ പാട്ടാണ്, എഴുതിയ ചാൻറ്റാണ്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ഇത് നിങ്ങളൊക്കെ കേട്ട് കാണണം, എന്നാൽ പോലും നമുക്കത് ഒന്ന് കേൾക്കാം. ഈ പാട്ടിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, കൈ ഹാവേർട്സിനെ നമ്മൾ ചെൽസിയിൽ നിന്ന് മേടിക്കുമ്പം ചെൽസി ഫാൻസ് നമ്മളെ കളിയാക്കുമായിരുന്നു. അത് നിങ്ങൾ ഈ 60 മില്യൺ കൊടുത്ത് മേടിച്ചതൊക്കെ വെറുതെയാണ്, അത് വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞതുപോലെയാണ് എന്നൊക്കെ ഭയങ്കര ബാൻറ്റർ. ഇതൊക്കെ ഫുട്ബോളിലുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബാൻറ്റേഴ്സ്. ഇങ്ങനെ ഇരുന്നൊരു സമയത്താണ് കൈ ഹാവേർട്സ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഫോമിലേക്ക് വരുന്നതും ബാക്ക് ടു ബാക്ക് ഗെയിംസിൽ ഗോൾ അടിക്കാൻ തുടങ്ങിയതും ഒക്കെ. അപ്പോഴാണ് നമ്മുടെ ഫാൻസ് ഇങ്ങനൊരു സോങ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ഫേമസ് വേൾഡ് കപ്പിന് വേണ്ടി എഴുതിയ പാട്ടില്ലേ, സാമിന മിന ആ പാട്ട് ഒന്ന് മാറ്റി തിരിച്ചിട്ടാണ് അത് കളിയാക്കുന്നതാണ്. 60 മില്യൺ വെള്ളത്തിൽ പോയി ഒഴുകി കളഞ്ഞ പോലെയാണ്. പക്ഷേ കൈ ഹാവേർട്സ് വീണ്ടും ഗോൾ അടിച്ചല്ലോ എന്ന് ഈ ഒരു ടോണാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാസമാണ് ഈ പാട്ടിനകത്ത് ഫുള്ള്. ഇനി നമുക്ക് അടുത്ത ചാറ്റിലേക്ക് വരാം. അടുത്ത ചാറ്റ് ഇത് നിങ്ങളെല്ലാവരും കേട്ട് കാണണം. ഇത് നമ്മുടെ ഗ്യാബ്രിയൽ മാർട്ടിനെല്ലിയെ പറ്റിയുള്ള പാട്ടാണ്. അതും നല്ലൊരു പാട്ടാണ്.
ഇതിൻ്റെ ടോണും നിങ്ങൾക്ക് പരിചിതമാണ്. മണി ഹൈസ്റ്റിനകത്തെ ഊനാമത്തീന ആ സെയിം പാട്ട് ഒന്ന് മാറ്റി തിരിച്ചിട്ടാണ് ലാ 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 ല എന്ന് പറഞ്ഞിട്ട് ഹിസ് നെയിം ഈസ് ഗ്യാബി, അവൻ്റെ പേര് ഗ്യാബി എന്നാണ്, ബ്രസീൽ സൗ പൗളോയിൽ നിന്നാണ്, ആർസണലിന് വേണ്ടി കളിക്കുന്നു എന്ന്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പാട്ട്, പക്ഷെ നല്ല ക്യാച്ചി പാട്ട്. ഭാഗ്യവാൻ അല്ലേ, ഇത്ര അടിപൊളി കിടിലൻ പാട്ട് ഗ്യാബിക്കുണ്ട്. അടുത്ത ചാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതങ്ങനെ എപ്പോഴും ഒന്നും കേൾക്കുന്ന ഒരു ചാൻഡല്ല. എന്നാൽ പോലും ആ ചാൻഡ് ഇങ്ങനെയാണ്: 1-0 to the Arsenal, 1-0 to the Arsenal. ഇതിപ്പോൾ ഒരുപാട് പഴയ ചാൻഡാണ്. ഈ ചാൻഡിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ജോർജ് ഗ്രഹാം 80കളിലും 90കളിലും ഭയങ്കര ഒരു ഡിഫെൻസീവ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പാർക്കിംഗ് ദ ബസ്, ബോറിങ് ആർസണൽ ആ കാലഘട്ടത്തിലുള്ള സമയത്താണ് ഈ പാട്ടിൻ്റെ തുടക്കം, ഈ ചാൻഡിൻ്റെ തുടക്കം. അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ഗ്രാമിൻ്റെ ഒരു സ്ഥിരം സ്ട്രാറ്റജി ആയിരുന്നു എത്രയും പെട്ടെന്ന് ഗോൾ അടിക്കുക, പിന്നെ പാർക്കിംഗ് ദ ബസ്. ഏതാണ്ട് ഹോസെ മൊറീനിയോയുടെ ഒരു സ്റ്റൈൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ജയിക്കാൻ തുടങ്ങിയപ്പം ഫാൻസ് ഇങ്ങനത്തെ ഒരു പാട്ടൊക്കെ ഇറക്കാൻ തുടങ്ങി. അതാണ് ഈ 1-0 to the Arsenal, 1-0 to the Arsenal. ഞാൻ ഇതിനകത്ത് വളരെ കുറച്ച് പാട്ടേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുപോലത്തെ കൂടുതൽ ചാൻസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ എനിക്കറിയാത്ത കുറേ ചാൻസ് കാണും, നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയുക. ഞാൻ എൻ്റെ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ ചാൻസും എല്ലാ സോങ്സും ഈ ഡിസ്ക്രിപ്ഷനകത്തുണ്ട്.